ശാരി, ബാക്കിയുള്ളൊക്കെ എടുത്തു വെക്കേ. അമ്മേ, പറയമ്മേ. ഹലോ. ആ മോളെ, എത്തിയോ നീ അവിടെ? ആ എത്തി അമ്മേ. എന്നിട്ട് നീ ഇതുവരെ എന്താ വിളിക്കാതിരുന്നേ? ഇപ്പൊ വന്ന് കേറിയതേ ഉള്ളൂ അമ്മേ. ഞാൻ ഇപ്പൊ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ആ, നീ എവിടെ? ഇത് വൃന്ദയുടെ ഫ്ലാറ്റിലല്ലേ ചെന്നത്? ആ അതെ അതെ അമ്മേ. അവളെവിടെ വൃന്ദ? ഒന്ന് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. കൊടുക്കടി. അത് മേം, അവള് കുളിക്കുകയാണല്ലോ. കുറച്ച് കഴിയും പുറത്തു വരാൻ. ആ എങ്കി ശരി. എന്തോ നിന്റെ സ്വരത്തിലാകെ ഒരു വെപ്രാളും പരവേശമൊക്കെ പോലെ. എന്തു പറ്റും മോളെ? അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേയ്, ഇവിടെന്ത് കുഴപ്പം? പരീക്ഷയുടെ കാര്യം ഓർത്തിട്ടാമേ ഒരു ടെൻഷൻ ഉണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. പരീക്ഷയുടെ കാര്യം ഓർത്തിട്ടോ? നീ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പരീക്ഷ പേടി പറയുന്നത്. ആ, നീ പണ്ട് ഞാൻ പറഞ്ഞു തന്നെല്ലാം മറന്നു തോന്നുന്നല്ലോ. നോക്ക്, ഈ പരീക്ഷ നീ പേടിക്കരുതൊരിക്കലും. നിന്റെ ജീവിതമാണ് ഇപ്പോ അത്. നിന്റെ മാത്രമല്ല, നമ്മള് 4 പെണ്ണുങ്ങളുടെയും ഒരു കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പ്. ഈ പരീക്ഷ നീ ജയിക്കുമ്പോ ജയിപ്പിക്കുന്നത് അമ്മയെ തന്നെയാ. 18 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ദിവസം നിനക്ക് ചിലപ്പോ മങ്ങിയൊരു ഓർമ്മയുണ്ടാവും. കല്യാണമാല അണിഞ്ഞ് രാജേശ്വരിയുടെ കൈ പിടിച്ച് നടന്നു വന്ന നിന്റെ അച്ഛനെ നോക്കി നെഞ്ചു പൊട്ടിയാ ഞാൻ ചോദിച്ചത്, എന്തിനാ ഗോപാലേട്ട എന്നോട് ഈ ചതി ചെയ്തതെന്ന്. അന്ന് അയാളുടെ മുഖത്തുണ്ടായ പുച്ഛം നിറഞ്ഞ ചിരി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. എനിക്കെന്റെ മകനെ കളക്ടറാക്കണം, ഒരു ആൺകുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ എന്തിനു കൊള്ളാടിയെന്നായിരുന്നു ചോദ്യം. അന്ന് അത് കേട്ടെന്റെ നെഞ്ചു പിളർന്നുപോയി. രാവേറെ ഒരു കടലോളം കരഞ്ഞു. പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇതിന്റെ പേരിൽ കരയില്ലാന്ന്. പിന്നീട് ഒരിക്കലേ നിങ്ങൾ 3 മക്കളെയും ചേർത്ത് നിർത്തി ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങളിൽ ആർക്കാണ് കളക്ടർ ആവേണ്ടതെന്ന്. ഒരു സംശയമില്ലാതെ അപ്പ തന്നെ നീയാണ് കൈപൊക്കിയത്. അമ്മേ, ഞാനാവൂന്ന് പറഞ്ഞ്. കളക്ടർ എന്ന് പറഞ്ഞ എന്താന്ന് പോലും നിന്റെ ആ പ്രായത്തിൽ അറിയൂന്ന് എന്നെ സംശയം. പക്ഷെ അച്ഛനോടുള്ള വാശിയും പ്രതിഷേധവാ നിന്റെ ഉള്ളിലപ്പ പുകഞ്ഞോണ്ടിരുന്നത്. വളരും തോറും നിന്റെ ഉള്ളിൽ ആ തീ അണയുകയല്ല, തെളിഞ്ഞു കത്തുകയാ ചെയ്തത്. മനസ്സിനുള്ളിൽ തെളിച്ചു വച്ചിരിക്കുന്ന ആ കെടാവിളക്ക് ഈ നിർണായക നിമിഷത്തിൽ അണച്ചു കളയരുത് നീ. മോളെ, ഒരു ലക്ഷ്യമേ ഇപ്പൊ നിന്റെ മനസ്സിലുണ്ടാകാൻ പാടുള്ളൂ. എന്ത് വില കൊടുത്തും നീ ഈ പരീക്ഷ ജയിക്കണം. അതിനു വേണ്ടി നിന്റെ മനസ്സും ബുദ്ധിയും തെളിച്ചു വെക്ക് നീ ഇപ്പോ. നീ ജില്ലാ കളക്ടറായി ഗോപാലേട്ടന്റെ മുന്നിലൂടെ പോലീസ് അകമ്പടിയോടെ പോകുന്നത് ഗോപാലേട്ടൻ കണ്ണുമിഴിച്ച് കാണണം മോളെ. അപ്പോഴേ ഈ ശാരദ വിജയിക്കൂ. ഇല്ലെങ്കിൽ 18 വർഷത്തോളം ശാരദയും മക്കളും ഒരു നാടിനു വേണ്ടി തീ ഊതിയതും കരി പിടിച്ചതും ഒക്കെ വെറുതെ ആയി പോവും. മതിയമ്മ, ഒരുപാടായി. ഈ കേട്ട വാക്കുകൾ ധാരാളമായി എനിക്ക്. ഇനി ഈ ശാലിനി ഒന്നിനെയും ഭയപ്പെടില്ല. അമ്മ ഉറപ്പിച്ചോളൂ, എല്ലാ അഗ്നിപരീക്ഷകളെയും ഈ ശാലിനി ഇനി അതിജീവിക്കും. ശരി മോളെ, ഇനി അധികം ഉറക്കം വിളിച്ച് പഠിക്കണ്ട. രാവിലെ പരീക്ഷ എഴുതാ ഉള്ളതാ, കിടന്നുറങ്ങും. സമയം കിട്ടുമ്പോ വിളിച്ചാ മതി. വിളിച്ചോളാം. ശരി അമ്മ. ശരി മോളെ.
ദൈവങ്ങളെ, എന്റെ മോളുടെ മനസ്സ് പതറാതെ കാത്തോളേ ദേവി. ശാലിനി വൃന്ദയുടെ ഫ്ലാറ്റിലെത്തി. എന്തായാലും സമാധാനമായി. എല്ലായിടത്തും വച്ചോ നീ? എന്നാ പോയി ശ്യാമയെ വിളിച്ചോണ്ടോ. മോളെ എണീക്ക്, ഒന്ന് എഴുന്നേറ്റേ, വല്ല ആഹാരം കഴിക്കാം, അമ്മ വിളിക്കുന്നു. അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. എന്താ മോളെ? തിളക്കുന്ന പനിയാ അവൾക്ക്. അയ്യോ, പനി വിട്ടതായിരുന്നല്ലോ. വാ. അയ്യോ, ഈശ്വര, പൊള്ളുന്നല്ലോ. ഞാൻ പോയി ഗുളിക എടുത്തോണ്ട് വരട്ടെ. ഇത് ഗുളികയില് സിറപ്പിലൊന്നും നിക്കൂല മോളെ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. ഈ രാത്രിയിൽ ഇപ്പോ അതെങ്ങനെയാ അമ്മേ? ശാലിനി ഇവിടെ ഇല്ലല്ലോ. ശാന്തേച്ചിയോ രാജേച്ചിയോ വിളിക്കാന്ന് വെച്ചാ അവർക്കൊരു വണ്ടി സംഘടിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോ തന്നെ അർജുനേട്ടനെ ഒന്ന് വിളിച്ചാലോ? അല്ലടി, അർജുൻ നാട്ടിലേ ഇല്ലെന്നോ മറ്റല്ലേ ശാലിനി പറഞ്ഞത്? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ. അപ്പോഴേ നമുക്കൊരു സഹായത്തിന് രാജീവ് സാറിനെ വിളിക്കാം, അത്ര തന്നെ. രാജീവ് സാറിനെയോ? ആ, സാറിന്റെ താമസ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് അധികം ദൂരം ഇല്ലല്ലോ. പോരെങ്കി സാറിന് പനി പിടിച്ച് കിടന്നപ്പോ നമ്മളല്ലേ സഹായിച്ചത്. അതുകൊണ്ട് തന്നെ സാറ് സന്തോഷമായിട്ട് വരുമെന്ന് ഉറപ്പാ. എന്നാലും അമ്മേ, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. അസുഖത്തിനും സഹായത്തിനും വലുത് ചെറുതൊന്നും ഇല്ല. നീ സാറിന്റെ നമ്പറിങ് എടുത്തേ, ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം ഒന്ന് വരാൻ പറ്റുമെന്ന്. ഇതാ നമ്പര്. ഒന്ന് വിളിക്കടി അങ്ങോട്ട്. ശരി, നിനക്ക് മടിയാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോളാം. എന്നെ അമ്മേന്നൊക്കെ വിളിച്ച ആളല്ലേ. നിങ്ങൾക്കാ അയാള് വലിയ കോളേജ് ലെക്ചറർ, എനിക്ക് അയാള് നിങ്ങളെ പോലൊരു കുട്ടി തന്നെയാ. ഇങ്ങത്താ ഞാൻ വിളിക്കാം. ആ, ഹലോ, രാജീവ് സാറല്ലേ? ഞാൻ ശാരദയാ, കുടുംബശ്രീയിലെ. എത്രേ? 100. അതൊക്കെ അയ്യോ സാറേ, ഞാൻ കൊടുത്തോളായിരുന്നു. സാരമില്ല ശാരദാമേ, എന്റെ ഇവിടുത്തെ പറ്റുബുക്ക് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, അതിലിത് വരവച്ചാ മതി. ശരി, വാ മോളെ. പിടിക്കണ്ടമ്മേ, ഇഞ്ചക്ഷൻ എടുത്തേ പിന്നെ എനിക്ക് നല്ല കുറവുണ്ട്, തനിയെ നടക്കാൻ പറ്റും. എന്നാലും ഒരു സഹായം ഇരുന്നോട്ടെ, വാ. അതൊക്കെ ശരിയേ. ഈ സന്ദർഭത്തിൽ പറയുന്നത് അനൗചിത്യമാണെന്നറിയാം, എന്നാലും ഒരവസരം കിട്ടുമ്പോൾ അത് കളയാൻ പാടില്ലെന്നാ.
നേരത്തെ ശാരിക ഉറച്ചൊരു തീരുമാനമെടുത്തു. അതെന്നെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് താൻ കേട്ടിട്ടില്ല. അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. എടോ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എപ്പോഴും ശരിയാണോന്നൊന്നുമില്ല. സാധാരണ നാം നമ്മുടെ അനുഭവങ്ങളും ലോകപരിചയമൊക്കെ വെച്ചായിരിക്കും ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക. അതിൽ കുറച്ച് മുൻവിധിയും കൂടെ ഉണ്ടാവുമ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. വാസ്തവത്തിൽ ഈ 80കളിലെ സിനിമയിൽ കണ്ടിരുന്ന ഫാമിലി സെറ്റപ്പ് അല്ല ഇപ്പോഴത്തെ കുടുംബങ്ങളിലുള്ളത്. പോരടിക്കാൻ തുനിഞ്ഞു നിൽക്കുന്ന അമ്മായി അമ്മയും വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കാൻ നിൽക്കുന്ന നാത്തൂമാരും ഒക്കെ പഴയ ഹാസ്യ കഥാപാത്രങ്ങൾ മാത്രമാണെന്ന്. മറിച്ച് ഇന്നത്തെ കാലത്ത് ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച പിന്നെ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. ജാതിയോ മതമോ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നും. അവരുടെ ലോകം നിർമ്മിക്കുന്നത് അവര് മാത്രമായിരിക്കും എന്നർത്ഥം. എന്നുവെച്ചാ കല്യാണം കഴിഞ്ഞ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് കളയണമെന്നല്ല ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം. അവർക്കും അർഹിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതിനപ്പുറത്തേക്കുള്ള നിയന്ത്രണങ്ങൾക്കൊന്നും നിന്നു കൊടുക്കാറില്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ ഭർത്താവിന്റെ തുണയില്ലാത്ത സ്ത്രീകൾക്ക് മകനോടുണ്ടാവുന്ന പൊസസീവ്നെസ്സും സ്വാർത്ഥതയൊക്കെ എന്റെ അമ്മയ്ക്കും ഉണ്ട്, സമ്മതിക്കുന്നു. അമ്മാവനാണെങ്കിൽ ഒറ്റത്തടിയാ. അച്ഛൻ മരിച്ചതോടെ അനിയത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമായിരുന്നു അമ്മാവൻ. ശാരികയുടെ കാര്യം തുറന്നു പറഞ്ഞപ്പോ തന്നെ അമ്മാവന്റെ മനസ്സിൽ നിന്ന് അതൊക്കെ പോയി. അതൊരു പഴമനസാ. വാശിയോ വൈരാഗ്യമോ പകയോ ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഉള്ളതങ്ങ് തുറന്നു പറയാം, അത്ര തന്നെ. പിന്നെ അമ്മയുടെ മനസ്സിൽ അങ്ങനെ ഒരു കനല് കിടന്നിരുന്നെങ്കിൽ ഒരേ ഒരു മകന് വേണ്ടി ഈ ബന്ധം അമ്മ സമ്മതിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? എടോ, ബോബൻ ജോണിന്റെ വീട്ടിൽ വെച്ച് ശാരികയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ ലോകത്ത് സാക്ഷ്യം നിൽക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ. അതവരുടെ മകനാണെന്ന് ആ അമ്മയ്ക്കറിയാം. മാത്രമല്ല, അമ്മാവന് ഈ ബന്ധത്തിന് ഉത്സാഹം കാണിച്ച് നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് മാത്രം അത് അറിയില്ലെന്നേ ഉള്ളൂ. പിന്നെ നിശ്ചയത്തിന് വേണ്ടി അമ്മാവനൊക്കെ നാളെ മറ്റന്നാളെ ഇങ്ങ് എത്തും. ഞാൻ ഇത്രയും പറഞ്ഞത് താൻ മനസ്സിൽ വെച്ചൊന്ന് ആലോചിക്കും നന്നായിട്ട്. പക്ഷേ ഉചിതമായിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ. ഈ ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇയാൾക്ക് പിന്മാറാം. അതും ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ തനിക്ക് പിന്നാലെ ഒരു ശല്യമായിട്ട് ഈ രാജീവ് ഉണ്ടാവത്തില്ല. ഇത്രേ പറയുള്ളൂ. അല്പം കൂടുതൽ സമയമെടുത്തതിൽ ഐ ആം സോറി. അപ്പം ഞാൻ ഇറങ്ങോ? ഗുഡ് നൈറ്റ്. എവിടെന്നെങ്കിലും ഒരു നുള്ളു പരിഗണന കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നിരുപാധികം വച്ചു നീട്ടുന്നത് നിരസിച്ച പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടണമെന്നില്ല. ഒരാൺതുണയില്ലാതെ അമ്മ വട്ടക്കൊട്ടയിൽ വെള്ളം കോരുന്നത് കണ്ട് ശീലിച്ച നീ പക്വതയുള്ള ഒരു തീരുമാനം എടുക്കൂന്നാ ഞാൻ കരുതിയത്. നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബന്ധമായതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അമ്മ ഒന്നിനും നിർബന്ധിക്കില്ല. കാരണം നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടതും ജീവിക്കേണ്ടതും നീയാണ്. അതോർത്താ കൊള്ളാം.
നിങ്ങൾ അറിഞ്ഞോ വിശേഷങ്ങള്? അറിയാതെ പിന്നെ. ഇന്ത്യൻ പ്രസിഡന്റ് പുതിയ ആളായി. പെട്രോളിനും ഡീസലിനും 70 പൈസ വെച്ച് ഇന്നും കൂടി. വിക്രം കമലഹാസന്റെ കരിയറിലെ എന്താ രാജേശ്വരി ഇത്? ഈ വീട്ടിൽ ഒരാൾക്ക് പത്രം വായിക്കാനും സ്വാതന്ത്ര്യമില്ലേ? സ്വന്തം വീട്ടിലും നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് മതി അങ്ങ് ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് നടക്കുന്നെന്നാ? ഇവിടെ പലതും നടക്കുന്നുണ്ട്. നിങ്ങൾക്കതൊന്നും വലിയ കാര്യമല്ലാത്തതുകൊണ്ടാ. കുടുംബശ്രീ ശാരദ ഇപ്പൊ മൊത്തത്തിൽ ജയിച്ച് കിരീടം ചൂടി നിൽക്കുന്നു. അന്ന് കുക്കിംഗ് കോമ്പറ്റീഷന് കിട്ടിയ പ്രൈസ് മണി കൊണ്ട് അവര് നമ്മുടെ കടം തീർത്തു. ഇനി ആ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തർക്കം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ ശ്രീരഞ്ജിനി ഇവിടെ ACP ആയിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. ചുരുക്കി പറഞ്ഞ ശാരദാമ്മയ്ക്കും മക്കൾക്കും എന്നും സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അവരുടെ നാശം കാണാൻ കാത്തിരുന്ന രാജേശ്വരിയെ ഇനി മെന്റൽ ഹോസ്പിറ്റലിൽ കയറ്റാന്നർത്ഥം. ഇത് ഞാൻ മുന്നേ പറയുന്നതല്ലേ, ഈ അളിയൻ ഒരാളുടെ നിസ്സഹകരണം കൊണ്ടാ നമ്മുടെ ഒരു പരിപാടി ശരിയായി നടക്കാത്തത്. ഞാനെന്ത് നിസ്സഹരിച്ചെന്നാ? എന്നാൽ കഴിയുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ അവർക്കെതിരെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഏശുന്നില്ല. അതാണ് സത്യം. അത് ചിലപ്പോ ശാരദ പറയുന്നത് പോലെ അവളാ കഴുത്തി കിടക്കുന്ന താലിക്ക് കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ടായിരിക്കും. മനുഷ്യ ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. ഞാനും കഴുത്തില് താലി അല്ലാതെ കോടലിയാണോ തൂക്കിക്കൊണ്ട് നടക്കുന്നേ? അമ്പലത്തിൽ എല്ലാ ആഴ്ചയും ശത്രു സംഹാര പൂജയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിപ്പം മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായി നീക്കിക്കൊണ്ടിരിക്കുക. പ്രിലിമിനറി പാസ്സായ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം എഴുതാൻ വേണ്ടി നാഗർകോവിലേക്ക് പോയി. അവൾക്കെങ്ങാനും IAS കിട്ടിയാ പിന്നെ നമുക്ക് അനങ്ങാൻ പറ്റില്ലെന്ന് ഓർത്തോണം. കളക്ടറുടെ കുടുംബത്തെ തൊടാൻ പറ്റുമോ ആർക്കെങ്കിലും? ശരിയാ ചേച്ചി, ഈ മൂത്തവൾ ശാരികയ്ക്കുള്ള കല്യാണവും ഏതാണ്ട് ഉറച്ചെന്നാ ഞാൻ കേട്ടത്. ഓഹോ, അത് ശരി. ഏത് കൊന്തിനാടാ അവളെ കെട്ടുന്നേ? വല്ല പൊറോട്ട അടിക്കാൻ വന്ന ബംഗാളിയോ ആസാമിയോ ആയിരിക്കും. അതാ രസം. കേട്ടാ ചേച്ചി ഞെട്ടും. നമ്മുടെ അനൂപിന്റെ കോളേജിലെ ലെക്ചററാ പയ്യൻ. നല്ല തറവാടുത്തും സ്വത്തും ഒക്കെ ഉള്ള കൂട്ടര്. ആണോ? ആ, എന്റെ ഈശ്വരാ. ഈശ്വരനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല രാജേശ്വരി. നമ്മളെ കൊണ്ട് ശാരദയുടെ കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ആ സത്യഭാമയുടെ മകൻ വിഷ്ണുവല്ലേ അവർക്ക് പ്രൊട്ടക്ഷനായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത്. നീ തേനീന്നിറക്കിയ പാണ്ഡ്യനെയും ചേരനെയൊക്കെ ഓടിച്ചു വിട്ടതും ഫുഡ് ഫെസ്റ്റ് കുളമാക്കാൻ വിട്ടവന്മാരെ പഞ്ഞിക്കിട്ടതും ഒക്കെ ആ വിഷ്ണുവല്ലേ. അവൻ ഒരാള് താഴെ വീണാലേ നമുക്ക് ആ കോട്ടയിൽ കയറാൻ പറ്റൂ. നിക്ക് നിങ്ങളിപ്പോ എന്തോ പറഞ്ഞേ? ആ വിഷ്ണു ഉള്ളപ്പോ ശാരദയും മക്കളെയും തൊടാൻ പറ്റില്ലാന്ന്. അല്ല, അതിനു മുൻപ് പറഞ്ഞ ഞാനാ ശാരികയുടെ കല്യാണം നടക്കാൻ പോകുന്നെന്ന്. വരൻ കോളേജ് ലെക്ചറർ അല്ലേ? ആ, പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ ശാരദാമ്മയ്ക്കോ മക്കൾക്കോ ഇനിയൊരു ശല്യം ഉണ്ടാവാൻ പാടില്ലെന്ന്. അവിടെ നിന്ന് അവര് കുടിയൊഴിയാൻ പോകുന്നില്ല ഒരിക്കലും. ഈ വിഷ്ണുവാണ് ഇനി അവർക്ക് കാവൽ. നീ ആ നിൽക്കുന്ന തെങ്ങ് കണ്ടോ? നീ പറഞ്ഞതുപോലെ ഏതെങ്കിലും വഴിപിഴച്ച ചായക്കടക്കാരെയും തലയിൽ താങ്ങി അവൻ ഇവിടെ വന്ന് കേറിയ അതിന്റെ ചുവട്ടിലായിരിക്കും പിന്നെ അവന്റെ ഉറക്കം.